ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. രണ്ട് ലോകങ്ങളിലും തൻ്റെ അനുഗ്രഹങ്ങളും മനോഗുണവും എന്നും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. സ്നേഹമുള്ളവരെ, ഇന്ന് നമുക്കൊന്നിച്ച് ഒരു നല്ല വിഷയത്തെക്കുറിച്ച് ചിന്തിക്കാം. ആ വിഷയം ഇങ്ങനെയാണ്: ക്രിസ്തു ബലഹീനരുടെ രക്ഷകൻ. ക്രിസ്തു ബലഹീനരുടെ രക്ഷകൻ എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. വിശുദ്ധ വേദപുസ്തകത്തിൽ ഉടനീളം നമ്മൾക്ക് കാണാൻ കഴിയും, കർത്താവായ യേശു മിശിഹ എളിയവരോട് സുവിശേഷം അറിയിക്കാൻ വേണ്ടി ആഗതനായിരിക്കുന്നു, അല്ലെങ്കിൽ ഭൂമിയിൽ അവതരിച്ചിരിക്കുന്നു. അത് വചനത്തിൽ തന്നെ നമ്മൾ വ്യക്തമായിട്ട് പഠിക്കുന്നുണ്ട്. ശുദ്ധമുള്ള ലൂക്കോസിൻ്റെ രക്ഷാസുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം അവന് നൽകപ്പെട്ടു. ഇത് കർത്താവായ യേശു മിശിഹായ്ക്ക്. വചനം എങ്ങനെയാണ്? യേശു താൻ വളർന്ന സ്ഥലമായ നസറത്തിൽ നിന്ന് പതിവ് പോലെ ഒരു സാബത്ത് ദിവസം അവൻ അവരുടെ സിനഗോഗിൽ പ്രവേശിച്ച് വായിക്കാൻ എഴുന്നേറ്റ് നിന്നു. കർത്താവായ യേശു മിശിഹ ഒരു സിനഗോഗിൽ തിരുവചനം വായിക്കാൻ എഴുന്നേറ്റ് നിന്നു. അപ്പോൾ അവന് നൽകപ്പെട്ട പുസ്തകമാണ് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം. പുസ്തകം തുറന്നപ്പോൾ ഇപ്രകാരം എഴുതിയിരിക്കുന്നവൻ കണ്ടു: കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും. കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ്. അതാണ് ഇവിടെ താൻ എടുത്ത് വായിക്കുന്ന യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 61-ാം അധ്യായത്തിൻ്റെ 1-2 വചനങ്ങൾ, 58-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വചനവും അവിടെ പഠിപ്പിക്കുകയാണ്. അതിങ്ങനെയാണ്: കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. കർത്താവായ യേശു മിശിഹ ഭൂമിയിലേക്ക് വന്നത് ബലഹീനരെ, ദരിദ്രരെ, അവഗണിക്കപ്പെട്ടവരെ, ഒഴിവാക്കപ്പെട്ടവരെ, കുറ്റമാരോപിക്കപ്പെട്ടവരെ, പാപികളെ രക്ഷിപ്പാനായിട്ടാണ് താൻ ഭൂമിയിലേക്ക് ആഗതനായിരിക്കുന്നത്. ആ കർത്താവായ യേശു മിശിഹായുടെ സാന്നിധ്യം ഇപ്പോൾ നമ്മൾ അനുഭവിക്കുകയാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് കർത്താവായ യേശു മിശിഹായിൽ എൻ്റെ ചിന്തകൾ കേന്ദ്രീകരിക്കുകയാണ്. ശക്തനായ ദൈവം നമ്മോട് കൂടെ നിൽക്കുകയാണ്. ഈ വചനം കേൾക്കുന്ന നിങ്ങളിൽ ഓരോരുത്തരിലും കർത്താവായ യേശു മിശിഹ പ്രവർത്തിക്കുകയാണ്. നിങ്ങളിപ്പോൾ ബലഹീനതയിൽ സ്ഥിതി ചെയ്യുന്നവരാണെങ്കിൽ, രോഗത്തിൽ സ്ഥിതി ചെയ്യുന്നവരാണെങ്കിൽ, ക്ലേശത്തിൽ അകപ്പെട്ടിരിക്കുന്നവരാണെങ്കിൽ, ദാരിദ്ര്യത്തിൽ വസിക്കുന്നവരാണെങ്കിൽ, പാപത്തിൻ്റെ അടിമയായിരിക്കുന്നവരാണെങ്കിൽ, അതിൽ നിന്ന് മോചനം നൽകാൻ കർത്താവായ യേശു മിശിഹായുടെ സാന്നിധ്യം ഇപ്പോൾ നമ്മൾ അനുഭവിക്കുകയാണ്. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഞാനിത് പറയുമ്പോൾ വാസ്തവത്തിൽ ആ മുഖവും ആ രൂപവും ആ സാന്നിധ്യവും ആ ശക്തി ഞാൻ അനുഭവിച്ചിട്ടാണ് നിങ്ങളോട് പറയുന്നത്. ശ്രദ്ധിക്കുക. താൻ പറഞ്ഞു, ശുദ്ധമുള്ള ലൂക്കോസിൻ്റെ രക്ഷാസുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 32-ാം വാക്യത്തിൽ താൻ കൽപ്പിച്ചു: നീതിമാന്മാരെയല്ല പാപികളെ വിളിപ്പാനത്രേ ഞാൻ വന്നത്. പാപികളെ പശ്ചാത്താപത്തിലേക്ക് വിളിക്കാനാണ് താൻ എഴുന്നള്ളി വന്നത് എന്ന് വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. വീണ്ടും അവിടെ തന്നെ നമ്മൾ വായിക്കുന്നു 31-ാമത്തെ വാക്യം മുതൽ നമ്മൾ കാണുന്നതാണ്: സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല, രോഗികൾക്കാണ് വൈദ്യനെ ആവശ്യം. ലൂക്കോസിൻ്റെ രക്ഷാസുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 31-32 വാക്യങ്ങളാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. അതെ, നമ്മൾ രോഗാവസ്ഥയിലാണെങ്കിൽ, പാപാവസ്ഥയിലാണെങ്കിൽ, അനീതിയിലും അക്രമത്തിലും പെട്ടിരിക്കുകയാണെങ്കിൽ, അവിടെയൊക്കെ
നമ്മുടെ രക്ഷകനായിട്ട് കർത്താവ് യേശു മിശിഹ നിൽക്കുന്നു. അങ്ങനെയുള്ള അനേകം ആളുകളെ മിശിഹ തമ്പുരാൻ രക്ഷിച്ചതായിട്ട് വിശുദ്ധ വേദപുസ്തകത്തിൽ ഉടനീളം രേഖപ്പെടുത്തിയിരിക്കുന്നു. നമുക്ക് നോക്കാം. ഇവിടെ ശുദ്ധമുള്ള ലൂക്കോസിൻ്റെ രക്ഷാസുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 37 മുതലുള്ള ഭാഗങ്ങളിൽ നമ്മളൊരു കാര്യം കാണുന്നുണ്ട്. അവിടെ ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത്. യേശു ഒരു വീട്ടിൽ പ്രവേശിച്ച് ഭക്ഷണത്തിനിരുന്നു. അപ്പോൾ ആ പട്ടണത്തിലെ പാപിനിയായ ഒരുവൾ പരീശൻ്റെ അഥവാ ഫരിസേയൻ്റെ വീട്ടിൽ അവൻ ഭക്ഷണത്തിരിക്കുന്നു എന്നറിഞ്ഞ് ഒരു വെൺകൽ ഭരണി നിറയെ സുഗന്ധ തൈലവുമായി അവിടെ വന്നു. ഒരു പാപിനിയായ സ്ത്രീ. കർത്താവായ യേശു മിശിഹ ഒരു പരീശൻ്റെ വീട്ടിൽ അഥവാ ഒരു ഫരിസേയൻ്റെ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കുന്നു എന്ന് കേട്ട് അവിടെ എത്തുകയാണ്. അവൾ പുറന്തള്ളപ്പെട്ടവരാണ്, അവഗണിക്കപ്പെട്ടവളാണ്, ആർക്കും വേണ്ടാത്തവളാണ്, കുറ്റം ആരോപിക്കപ്പെട്ടവളാണ്. നമ്മൾ ആ ഭാഗം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാം. ഇവൾ വന്നിട്ട് എന്തു ചെയ്തു? അവൾ അവൻ്റെ പിന്നിൽ പാദത്തിനരികെ കരഞ്ഞുകൊണ്ട് നിന്നു. കർത്താവായ യേശു മിശിഹ ഭക്ഷണത്തിനിരിക്കുമ്പോൾ യേശു മിശിഹായുടെ പിന്നിൽ തൻ്റെ പാദത്തിനരികെ അവൾ കരഞ്ഞുകൊണ്ട് നിന്നു. അവളെക്കുറിച്ച് ബോധമുള്ളവളായിരുന്നു. അവളുടെ സ്ഥിതിയെക്കുറിച്ച് വ്യക്തമായ തിരിച്ചറിവും പശ്ചാത്താപമുള്ളവളായിരുന്നു. അതെ, അതുകൊണ്ടാണ് വചനം പഠിപ്പിച്ചത് കർത്താവായ യേശു മിശിഹ പാപികളെ വിളിപ്പാൻ, നീതിമാന്മാരെയല്ല പാപികളെ വിളിപ്പാൻ അത്രയേ താൻ വന്നിരിക്കുന്നത്. ലൂക്കോസിൻ്റെ രക്ഷാസുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 32-ാമത്തെ വാക്യം. രോഗികളായിട്ടുള്ളവർക്ക് ആണ് വൈദ്യനെ ആവശ്യം. പ്രയാസത്തിലും ഞെരുക്കത്തിലുമായിരിക്കുന്നവർക്കാണ് വൈദ്യനെ ആവശ്യം. നോക്കൂ, അവൾ ആ അവസ്ഥയിൽ തൻ്റെ പാദങ്ങൾക്ക് പുറകിൽ നിന്ന് കരഞ്ഞുകൊണ്ട് നിന്നു. കണ്ണുനീരുകൊണ്ട് അവൾ അവൻ്റെ പാദങ്ങൾ കഴുകുകയും തലമുടി കൊണ്ട് തുടയ്ക്കുകയും ചെയ്തു. അവളുടെ കണ്ണുനീരവൻ്റെ കാൽക്കൽ വീണു. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾ ഏത് ക്ലേശകരമായ പ്രയാസമേറിയ ജീവിത സാഹചര്യത്തിലാണ് ആയിരിക്കുന്നതെങ്കിലും ആ ക്ലേശകരമായ പ്രതിസന്ധിയിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ, നിങ്ങൾക്ക് വിടുതൽ നൽകാൻ, നിങ്ങൾക്ക് മോചനം നൽകാൻ, നിങ്ങളെ ആശ്വസിപ്പിക്കാൻ, നിങ്ങളുടെ മനസ്സിൽ സന്തോഷത്തിൻ്റെ നന്മയെ നിറയ്ക്കാൻ ശക്തനായ ദൈവത്തിന് കഴിയുന്നു. കർത്താവായ യേശു മിശിഹ ഒരുക്കമുള്ളവനാണ്. താൻ സിനഗോഗിൽ എഴുന്നേറ്റ് തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്ന സമയത്ത് സിനഗോഗിൽ എഴുന്നേറ്റ് പഠിപ്പിച്ചത്, വായിച്ച വചനം തന്നെക്കുറിച്ച് തന്നെ, താൻ എന്തിനു വേണ്ടി അയക്കപ്പെട്ടിരിക്കുന്നുവോ അതാണ് അവിടെ വായിച്ചു കേട്ടത്. ശുദ്ധമുള്ള ലൂക്കോസിൻ്റെ രക്ഷാസുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം. അത് പണ്ടേ പ്രവാചകൻ മുഖാന്തിരം നിശ്ചയിക്കപ്പെട്ട് ദൈവത്തിൻ്റെ ആത്മാവിനാൽ എഴുതപ്പെട്ടിരിക്കുന്ന തിരുവചനമാണ് താനെടുത്ത് വായിച്ചത്. തന്നെക്കുറിച്ചുള്ള പ്രവചനമാണ് താനെടുത്ത് വായിച്ചത്. നോക്കൂ, എന്തൊരു വലിയ ശക്തിയാണ്, എന്തൊരു വലിയ കൃപയാണ്, എന്തൊരു വലിയ സ്നേഹമാണ് നമ്മളവിടെ കാണുന്നത്. ആ ദൈവം അവൻ്റെ കരുണ നമ്മളിലേക്ക് ഒഴുക്കാൻ, പാപികളെ രക്ഷിപ്പാനാണ് താൻ വന്നിരിക്കുന്നത്. അതെ, അവൻ്റെ കരുണ നമ്മളിലേക്ക് കിട്ടാൻ ഈ പാപിനിയായ സ്ത്രീ അവൻ്റെ പുറകിൽ പാദത്തിനരികെ കരഞ്ഞുകൊണ്ട് നിന്നു. അവൾ കരഞ്ഞപ്പോൾ അവളുടെ കണ്ണുനീരുകൾ കൊണ്ട് അവൻ്റെ പാദങ്ങൾ കഴുകി, അവളുടെ തലമുടി കൊണ്ട് അതിനെ തുടച്ചു. അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധി, ദുർഘട നിമിഷങ്ങൾ അല്ലെങ്കിൽ ശൈലികൾ എന്തായിരുന്നാലും, ഒരുപക്ഷെ
നിങ്ങളുടെ മക്കളെക്കുറിച്ച് നിങ്ങൾ ഭാരപ്പെടുന്നവരാണെങ്കിൽ, നിങ്ങൾ ചെയ്തു പോയ തെറ്റുകളെക്കുറിച്ച് നിങ്ങൾ ഭാരപ്പെടുന്നവരാണെങ്കിൽ, നിങ്ങൾ അനുഭവിക്കുന്ന രോഗത്തിൻ്റെ കെടുതിയിൽ നിങ്ങൾ ആയിരിക്കുന്നെങ്കിൽ, നിങ്ങൾ സാമ്പത്തിക ഞെരുക്കത്തിലും ക്ലേശത്തിലും ആയിരിക്കുന്നെങ്കിൽ, നിങ്ങൾ മറ്റുള്ളവരുടെ കുറ്റാരോപണത്തിൽ ആയിരിക്കുന്നെങ്കിൽ, അകാരണമായി നിങ്ങൾ പീഡിപ്പിക്കപ്പെട്ടിരിക്കുന്നുവെങ്കിൽ, ഒരുപക്ഷെ നിങ്ങൾ മനസ്സോടെ പാപം ചെയ്തു പോയെങ്കിൽ പശ്ചാത്തപിച്ച് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വന്ന്, സാമീപ്യത്തിലേക്ക് വന്ന് കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുമ്പോൾ ആ കണ്ണുനീരിൽ കരളലിയുന്നവനാണ് കർത്താവായ യേശു മിശിഹ. നോക്കൂ, നമുക്കവനെ ഒന്ന് കാണാം. കർത്താവായ യേശു മിശിഹ ബത്ലഹേമിൽ കാലിത്തൊഴുത്തിൽ കണ്ണ് തുറന്നത് മുതൽ കാൽവരിയിൽ തൻ്റെ കരള് കുത്തി തുറക്കപ്പെടുന്നത് വരെ ദുഃഖവും വേദനയും ക്ലേശവും പീഡനവും പരിഹാസവും ആക്ഷേപവും നിന്ദകളും മാത്രമേ അനുഭവിച്ചിട്ടുള്ളൂ. അത് താൻ സ്നേഹിക്കുന്നവരിൽ നിന്ന്, താൻ ആർക്കു വേണ്ടി നന്മ ചെയ്തു അവരിൽ നിന്ന്, നിസ്സാരന്മാരായ ആളുകളിൽ നിന്നെല്ലാം അത് മാത്രമേ അവൻ അനുഭവിച്ചിട്ടുള്ളൂ. ആ രക്ഷകൻ ഇന്ന് നിങ്ങളുടെ വേദനയിൽ, നിങ്ങളുടെ പ്രയാസത്തിൽ, നിങ്ങളുടെ ദുഃഖത്തിൽ, നിങ്ങളായിരിക്കുന്ന പ്രതിസന്ധിയിൽ നിങ്ങളെ രക്ഷിക്കാൻ ഒരുക്കമുള്ളവനാണ്. അവൻ കൈപിടിച്ച് നിങ്ങളെ ആശ്വസിപ്പിച്ച് നന്മയിലേക്ക്, നിത്യജീവനിലേക്ക്, സ്വർഗരാജ്യത്തിലേക്ക് നിങ്ങളെ ആനയിക്കും. ഈ പാപിനിയായ സ്ത്രീ, അവൾ സമൂഹത്തിൽ അവഗണിക്കപ്പെട്ടു. ആരിൽ നിന്നും ഒരാശ്വാസവാക്ക് അവൾക്ക് കിട്ടിയില്ല. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കി, നമ്മുടെ കുടുംബത്തിൽ തന്നെ നമ്മൾ എപ്പോഴെങ്കിലും ചെയ്തു പോയ ഒരു തെറ്റിനെക്കുറിച്ച്, ആ തെറ്റിനെ തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞ് നമ്മെ അസഹ്യപ്പെടുത്തുന്നവരുണ്ടാകാം, കുറ്റപ്പെടുത്തുന്നവരുണ്ടാകാം, കളിയാക്കുന്നവരുണ്ടാവാം, ആക്ഷേപിക്കുന്നവരുണ്ടാകാം. അതിൽ നിന്ന് മോചനം കർത്താവായ യേശു മിശിഹായിലാണ്. ആ സ്ത്രീ കർത്താവായ യേശു മിശിഹായുടെ കൂട്ടത്തിലേക്ക് മുൻനിരയിൽ നിന്ന് വന്നിരിക്കാനുള്ള യോഗ്യതയൊന്നും അവൾക്കില്ല. അവൾ പുറകിൽ നിന്ന് കരഞ്ഞുകൊണ്ട് നിന്നു. അവളുടെ കണ്ണുനീര് കൊണ്ട് തൻ്റെ പാദങ്ങൾ കഴുകി, തലമുടി കൊണ്ട് തുവർത്തി തുടച്ചു. അപ്പോൾ കർത്താവായ യേശു മിശിഹ സ്വസ്ഥമായി ശാന്തമായിരുന്നു. ഉടനെ അവനെ ക്ഷണിച്ച ഫരിസേയൻ അഥവാ പരീശൻ അത് കണ്ട് സ്വഗതമായി അവൻ പറഞ്ഞു, അവൻ സ്വയം അവൻ്റെ മനസ്സിൽ പറയുകയാണ്, ഇവനൊരു പ്രവാചകനാണെങ്കിൽ ഇവനെ സ്പർശിക്കുന്ന ഈ സ്ത്രീ ആരെന്നും ഏത് തരക്കാരിയെന്നും അറിയുമായിരുന്നു. ഇവളൊരു പാപിനിയാണല്ലോ അവൻ്റെ ഉള്ളിൽ തോന്നി. നോക്കൂ, ഉടനെ കർത്താവായ യേശു മിശിഹ അവനോട് കൽപ്പിക്കുകയാണ്. യേശു അവനോട് പറഞ്ഞു, ശിമയോനെ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ഗുരു അരുളി ചെയ്താലും. അതായത് അവൻ്റെ ഉള്ളിൽ ഈ വിചാരമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് കർത്താവായ യേശു മിശിഹ അവനെ തിരുത്തുകയാണ്. അനുഗ്രഹിക്കപ്പെട്ടവരെ, ആ സ്ത്രീയോട് കർത്താവായ യേശു മിശിഹ കൽപ്പിക്കുന്നു, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോവുക. നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോവുക. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഈ സ്ത്രീ ഹീനയും അപഹസിക്കപ്പെട്ടവളും കുറ്റമാരോപിക്കപ്പെട്ടവളും സമൂഹത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവളും അവഗണിക്കപ്പെട്ടവളുമാണ്. അവൾ ഏത് തരക്കാരി ആണെന്നറിഞ്ഞിരുന്നെങ്കിൽ ഇവളെ തൊടിക്കുമായിരുന്നു. നമ്മുടെ സമൂഹത്തിൽ തിന്മ ചെയ്തിട്ടുള്ള ഒരു മനുഷ്യൻ അല്ലെങ്കിൽ മോശമായിട്ട് നടന്ന ഒരു മനുഷ്യനോട് വർത്താനം പറയുന്നത്, അവനെ കാണുന്നത് പോലും ഒഴിവാക്കാനാണ് പരിഷ്കൃത ജനതയുടെ അല്ലെങ്കിൽ സംസ്കാര സമ്പന്നമായ ജനതയുടെ പ്രധാന ലക്ഷ്യം അല്ലെങ്കിൽ ശൈലി. തന്നേക്കാൾ ഉയർന്നവരെ, തന്നേക്കാൾ ജീവിത അന്തസ്സുള്ളവരെ മാത്രം കൂട്ടുപിടിക്കുന്ന
ഒരു പ്രവണതയാണ് പൊതുവെ ലോകത്തിൽ കാണുന്നത്. തിന്മയുടെ മനുഷ്യർ തിന്മയിലേക്കുള്ള ആളുകളെ അവർ കൂട്ടുപിടിച്ചേക്കാം, മറിച്ച് നന്മയിൽ നല്ല വ്യക്തിത്വമുള്ളവരായി മാന്യന്മാരായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ ആ നിലയിലുള്ളവരെയാണ് കൂട്ടുപിടിക്കുന്നത്. ഇവിടെ ഈ പരീശൻ അതുകൊണ്ടാണ് പറയുന്നത്, ഇവൾ ഏത് തരക്കാരിയായിരുന്നു എന്നിവൻ അറിഞ്ഞിരുന്നെങ്കിൽ ഇവനൊരു പ്രവാചകൻ തന്നെയോ, അവനും ഒരു സന്ദേഹമാണ്. ഇവൻ പ്രവാചകനാണെങ്കിൽ ഇവളെക്കുറിച്ച് അറിയുമായിരുന്നു, ഇവൾ ഏത് തരക്കാരിയെന്നറിയുമായിരുന്നു, ഇവരോട് ഇതിനൊന്നും അനുവദിക്കില്ലായിരുന്നു, ഇവനെ സ്പർശിക്കാൻ പോലും അവൻ അനുവദിക്കുകയില്ലായിരുന്നു. അത്ര ഹീനയാണവൾ. അതെ, അത്ര ഹീനയായിട്ട് ലോകം മുഴുവനും ഓരോ മനുഷ്യനും പരിഗണിക്കുന്നവളാണ് അവൾ, ഹീനമായി മാത്രം. എന്നാൽ ദൈവം അവനോട് പറയുകയാണ്, നീ ഈ സ്ത്രീയെ കാണുന്നല്ലോ, ഞാൻ നിൻ്റെ വീട്ടിൽ വന്നു. ശിമയോനോട്, പരീശനായ ശിമോനോട് കർത്താവായ യേശു മിശിഹ പറയുകയാണ്, ഞാൻ നിൻ്റെ വീട്ടിൽ വന്നു, നീ എനിക്ക് എൻ്റെ കാല് കഴുകാൻ നീ വെള്ളം തന്നില്ല. എന്നാൽ ഇവൾ കണ്ണുനീര് കൊണ്ട് എൻ്റെ കാല് കഴുകുകയും തലമുടി കൊണ്ട് തുടയ്ക്കുകയും ചെയ്തു. അനുഗ്രഹിക്കപ്പെട്ടവരെ, എൻ്റെയും നിങ്ങളുടെയും വീട്ടിൽ കർത്താവായ യേശു മിശിഹ ഓരോ നിമിഷവും കയറിയിറങ്ങുന്നു. ഓരോ നിമിഷവും നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിലുകളിൽ കർത്താവായ യേശു മിശിഹയുടെ സാന്നിധ്യം മുട്ടുകയാണ്. അപ്പോൾ ആ ദൈവത്തെ തിരിച്ചറിയാൻ, ആ ദൈവത്തെ സ്വീകരിക്കാൻ, ആ ദൈവത്തെ ആഗ്രഹത്തോടെ കണ്ടറിയാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഇവിടെ പരീശനോട് പറഞ്ഞു, ഞാൻ നിൻ്റെ വീട്ടിൽ വന്നു, എൻ്റെ കാല് കഴുകാൻ നീ വെള്ളം തന്നില്ല. എന്നാൽ ഇവൾ കണ്ണുനീര് കൊണ്ട് എൻ്റെ കാല് കഴുകുകയും തലമുടി കൊണ്ട് തുടയ്ക്കുകയും ചെയ്തു. നീ എനിക്ക് ചുംബനം തന്നില്ല. എന്നാൽ ഞാൻ ഇവിടെ പ്രവേശിച്ചതു മുതൽ എൻ്റെ പാദങ്ങൾ ചുംബിക്കുന്നതിൽ നിന്ന് ഇവൾ വിരമിച്ചിട്ടില്ല. സ്നേഹമുള്ളവരെ, ഒരു കുരിശ് കാണുമ്പോൾ നമ്മൾ കാണുന്നത് രണ്ട് മരക്കഷ്ണങ്ങൾ വെച്ച് കെട്ടിയിരിക്കുന്നതിനെയല്ല നമ്മൾ കാണുന്നത്, മറിച്ച് ഒരു കുരിശ് കാണുമ്പോൾ കർത്താവായ യേശു മിശിഹയെയാണ് കാണുന്നത്. കുരിശിനെ ചുംബിക്കുമ്പോൾ കർത്താവായ യേശു മിശിഹയുടെ പാദങ്ങളിലാണ്, മുറിവേറ്റ ആണിപ്പഴുതുകളിലാണ് ചുംബിക്കുന്നതെന്നുള്ള ബോധ്യത്തോടെ അത് ചെയ്യുമ്പോൾ വലിയ അനുഭവവും അനുഗ്രഹവും നമുക്കുണ്ടാകുന്നു. ഇവിടെ പരീശനോട് പറയുന്നു, ഇനി എനിക്ക് ചുംബനം തന്നില്ല. എന്നാൽ ഞാനിവിടെ പ്രവേശിച്ചതു മുതൽ അവൾ എൻ്റെ പാദങ്ങൾ ചുംബിക്കുന്നു, അതിൽ നിന്ന് അവൾ വിരമിച്ചിട്ടില്ല. നീ എൻ്റെ തലയിൽ തൈലം പൂശിയില്ല, ഇവളോ എൻ്റെ പാദങ്ങളിൽ സുഗന്ധതൈലം പൂശിയിരിക്കുന്നു. നോക്കൂ, അനുഗ്രഹിക്കപ്പെട്ടവരെ, കർത്താവായ യേശു മിശിഹായെ ആദരവോടെ സ്വീകരിക്കാൻ, ആഗ്രഹത്തോടെ സ്വീകരിക്കാൻ, ബഹുമാനത്തോടെ, ഭക്തിയോടെ, വിശ്വാസത്തോടെ സ്വീകരിക്കാൻ കഴിയുമ്പോഴാണ് നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നത്. ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അതാണ്, നമ്മെ നന്മയിലേക്ക് നയിക്കാൻ, അനുതാപത്തിലേക്ക് നയിക്കാനാണ് ദൈവം നമ്മോട് കരുണ ചെയ്യുന്നത്. നമ്മെ നിത്യജീവനിലേക്ക് പ്രവേശിപ്പിക്കാനാണ് ദൈവം നമ്മെ ചേർത്ത് പിടിക്കുന്നത്. അതിനാണ് ദൈവം നമ്മെ ജീവിക്കാൻ അനുവദിക്കുന്നത്. ദൈവത്തിൻ്റെ മഹത്വപൂർണമായ കഴിവുകളെ തിരിച്ചറിയാൻ ശുദ്ധമുള്ള പൗലോസ്ലീഹ റോമർക്കെഴുതിയ ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വചനം, ഭൂമിയിലെങ്ങും എൻ്റെ നാമം ഉദ്ഘോഷിക്കപ്പെടുന്നതിനും എൻ്റെ ശക്തി നിന്നിൽ വെളിപ്പെടുത്തുന്നതിനും വേണ്ടിയാണ് നിന്നെ ഞാൻ ഉയർത്തിയത്. ദൈവം ഫറവോയോട് പറയുന്ന തിരുവചനമാണ്. പുറപ്പാട് പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിലും സംഖ്യാപുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിലും നമ്മൾ ഇത് തന്നെ കാണുന്നു. ഭൂമിയിലെങ്ങും എൻ്റെ നാമം ഉദ്ഘോഷിക്കപ്പെടുന്നതിനും എൻ്റെ ശക്തി നിന്നിൽ വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് നിന്നെ ഞാൻ ഉയർത്തിയത്. എന്നെയും നിങ്ങളെയും ദൈവം ജീവിക്കാൻ അനുവദിച്ചത്. ദൈവത്തിൻ്റെ നാമം എവിടെയും
ഉദ്ഘോഷിക്കപ്പെടുന്നതിന് വേണ്ടിയാണ്. ദൈവത്തിൻ്റെ ശക്തി എന്നിലും നിങ്ങളിലും വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. അതിനുവേണ്ടി താഴ്മയോടെ നിൽക്കാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ടാണ് നമ്മൾ തുടക്കത്തിൽ കണ്ടത്, പരിശുദ്ധനായ ദൈവം കർത്താവായ യേശു മിശിഹ കൽപ്പിക്കുകയാണ്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ, അടിച്ചമർത്തപ്പെട്ടവർക്ക് മോചനം നൽകാൻ എന്നെ നിയമിച്ചാക്കിയിരിക്കുന്നു. ശുദ്ധമുള്ള ലൂക്കോസിൻ്റെ രക്ഷാസുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ കർത്താവ് പഠിപ്പിക്കുന്നത് അതാണ്. അതെ, നമ്മൾ തൻ്റെ വിശുദ്ധിയിലായിത്തീർന്ന് തൻ്റെ വിശുദ്ധ നാമം എവിടെയും പ്രഘോഷിക്കപ്പെടുന്നതിന്, ഉദ്ഘോഷിക്കപ്പെടേണ്ടതിന്, ദൈവത്തിൻ്റെ ശക്തി എന്നിലും നിങ്ങളിലും വെളിപ്പെടുത്തുന്നതിനും വേണ്ടി അതിന് നമ്മൾ താഴ്മയോടെ ആയിരിക്കണം. പാപിനിയായ സ്ത്രീയെപ്പോലെ തൻ്റെ പുറകിൽ നിന്ന് ആഗ്രഹത്തോടെ, തികഞ്ഞ ആത്മാർത്ഥതയോടെ, പൂർണ്ണമായ വിശ്വാസത്തോടെ, നല്ല ഭക്തിയോടെ കണ്ണുനീരൊഴുക്കുമ്പോൾ, പശ്ചാത്തപിക്കുമ്പോൾ ചേർത്ത് പിടിക്കുന്ന ദൈവം, ആ ദൈവം കൽപ്പിക്കുന്നു, സ്ത്രീയെ, നിൻ്റെ വിശ്വാസം വലിയത്, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോവുക. ശുദ്ധമുള്ള ലൂക്കോസിൻ്റെ രക്ഷാസുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 50-ാമത്തെ വചനം ഇങ്ങനെയാണ്, അവൻ അവളോട് പറഞ്ഞു, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ടവരെ, താഴ്മയോടെ ആയിരിക്കുമ്പോൾ, ദാരിദ്ര്യത്തിലും കെടുതിയിലും പീഡനത്തിലും പാപത്തിൻ്റെ അടിമത്തത്തിൽ നമ്മളായിരിക്കുന്നുവെങ്കിൽ, കർത്താവായ യേശു മിശിഹായിൽ വിശ്വസിക്കുമ്പോൾ നമ്മൾ അനുഭവത്തിലേക്ക്, അനുഗ്രഹത്തിലേക്ക്, രക്ഷയിലേക്ക്, സമാധാനത്തിലേക്ക്, നിത്യജീവനിലേക്ക്, നിത്യമായ സന്തോഷത്തിലേക്ക്, വിശുദ്ധന്മാരുടെ കൂട്ടത്തിലേക്ക് നമ്മൾ ചേർക്കപ്പെടുന്നു. അങ്ങനെ ആയിത്തീരാൻ കണ്ണുനീരോടെ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് കർത്താവായ യേശു മിശിഹായെ കാണാം. കാരുണ്യവാനും സർവശക്തനുമായ ദൈവമേ, അങ്ങ് കരുണയോടെ ഇതുവരെ ഞങ്ങളെ കാത്തല്ലോ, ഇനിയും കാത്തുകൊള്ളണമേ. ഞങ്ങൾ പാപം ചെയ്ത് അങ്ങിൽ അകന്നുപോയി, എങ്കിലും അങ്ങയുടെ നാമം ഉദ്ഘോഷിക്കപ്പെടേണ്ടതിനും അങ്ങയുടെ ശക്തി ഞങ്ങളിൽ വെളിപ്പെടുന്നതിനും വേണ്ടിയാണല്ലോ അങ്ങ് ഞങ്ങളെ ജീവിക്കാൻ അനുവദിച്ചത്, ഇതുവരെ ഉയർത്തി ഇങ്ങനെ ആക്കിയിരുത്തിയിരിക്കുന്നത്. തമ്പുരാനെ നന്ദി. ഇനിയും അങ്ങയുടെ ശക്തിയും അങ്ങയുടെ കരുണയും ഞങ്ങളിൽ വെളിപ്പെടട്ടെ. പശ്ചാത്തപിക്കാനുള്ള നല്ല മനസ്സ് ഞങ്ങൾക്ക് തരണമേ. കണ്ണുനീരിൽ കരളലിയുന്നവനായ ദൈവമേ, ഞങ്ങളുടെ കണ്ണുനീരുകൾ അങ്ങ് കണ്ട് ഞങ്ങളെ സഹായിക്കണമേ. പാപമോചനം നൽകണമേ. ജീവിത വിശുദ്ധി നൽകണമേ. ജീവിതത്തിൽ സമാധാനത്തോടെ, പാപിനിയായ സ്ത്രീയോട് അങ്ങ് അരുളി ചെയ്തതുപോലെ, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോവുക. എല്ലാ നിലകളിലും സ്വസ്ഥതയും സമാധാനവും സ്നേഹവും നിറവും അനുഭവിക്കുവാൻ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളേർപ്പെടുന്ന തലങ്ങളിലെല്ലാം കർത്താവായ യേശു മിശിഹായുടെ വിശുദ്ധമായ നാമം ഉദ്ഘോഷിക്കപ്പെടേണ്ടതിന്, പ്രകീർത്തിക്കപ്പെടേണ്ടതിന് ഞങ്ങളെ അനുവദിച്ച് അനുഗ്രഹിക്കണമേ. എല്ലാ തിന്മകളും, എല്ലാ ദോഷങ്ങളും, രോഗങ്ങളും, വ്യാധികളും, ഞെരുക്കങ്ങളും, പ്രയാസങ്ങളും ഞങ്ങളിൽ നിന്ന് നീങ്ങിപ്പോകട്ടെ. യേശുവിൻ്റെ ധന്യനാമത്തിൻ്റെ ശക്തിയാൽ ഞങ്ങളായിരിക്കുന്ന പ്രതിസന്ധിയിൽ നിന്ന് മോചനം ലഭിക്കട്ടെ. ലോകം മുഴുവനും സമാധാനവും സ്വസ്ഥതയും സംഭവിക്കട്ടെ. ഞങ്ങളുടെ കുടുംബത്തിൽ, ഇപ്പോൾ ഞങ്ങളായിരിക്കുന്ന ഈ ഭവനത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകട്ടെ. ഞങ്ങൾ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിലേക്ക് അങ്ങ് കൽപ്പിക്കണമേ. ഇപ്പോൾ സ്വസ്ഥതയും സമാധാനം ഞങ്ങൾ അനുഭവിക്കട്ടെ. ഈ വചനം കേൾക്കുന്നതായിരിക്കുന്ന ഓരോ ഭവനങ്ങളിലും സമാധാനം നിറയട്ടെ. കർത്താവായ യേശു മിശിഹായുടെ വലിയ കൃപ നിങ്ങളിൽ ഓരോരുത്തരും സമൃദ്ധമായി നിറയട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ.